ഹലോ, അപ്പോൾ എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ കടുക്ക കൃഷി കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല കേട്ടോ. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പാറേൻ്റെ മുകളിൽ നിന്നൊക്കെ കടുക്ക എടുക്കുന്നത്. പക്ഷേ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണേ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് പാറേൻ്റെ മുകളിൽ നിന്നല്ല കേട്ടോ, പുഴയിൽ നിന്നാണ് ഇപ്പോൾ കടുക്ക എടുക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ മീൻ കൊണ്ടുതരുന്ന ഉണ്ണിയേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഇത്. പിന്നെ ഈ കടുക്ക കൃഷിയും ഉണ്ണിയേട്ടൻ്റെ തന്നെയാണ്, വിളവെടുപ്പാണ് ഇന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണേ. എൻ്റെ ബാക്കിലായിട്ട് ഒരു തോണി കാണുന്നില്ലേ, അവിടെയാണ് കേട്ടോ കടുക്കയുടെ വിത്തിട്ടത്. ഉണ്ണിയേട്ടൻ്റെ മോൻ അവിടെ നിന്ന് കടുക്ക വാരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കൂടെ തോണിയിൽ കയറാൻ വേണ്ടിയിട്ട് മോനോട് ഇപ്പുറത്തേക്ക് വരാൻ പറയുകയാണ്. പിന്നെ ഇത് 3 മാസങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുള്ള വിത്താണ് കേട്ടോ. വിത്ത് ഇപ്പോൾ പൂർണ്ണ വളർച്ച എത്താനായിട്ടില്ല, പക്ഷേ അവർ കടുക്ക വാരുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് പെയ്ത മഴേൻ്റെ കാരണം കൊണ്ടാണോ അതോ ഇനി വെള്ളത്തിൻ്റെ ചൂടാണോ എന്താ പ്രശ്നം എന്നറിയില്ല, കടുക്കൊക്കെ കേടായി തുടങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇതൊരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേനാണ് പൂർണ്ണ വളർച്ച എത്തുക. ഇനിയും വലുതായിക്കോട്ടെ എന്നും കരുതിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൂടെ കേടാവുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ തന്നെ കടുക്ക എടുക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ തോണിയിലേക്ക് കയറാൻ പോവുകയാണ്. എനിക്ക് ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വലിയ ആഴമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് കയറി കേട്ടോ. ഫസ്റ്റ് അതിനെക്കൊണ്ട് എനിക്ക് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ഉള്ള ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും തോണിയിൽ കയറുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയേ. അവൻ ഞങ്ങളെ തള്ളി കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടേക്ക്. അങ്ങനെ ഞങ്ങൾ കടുക്കുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഉണ്ണിയേട്ടൻ്റെ മോൻ ആദ്യം വാരിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതെന്ന്. അങ്ങനെ പിന്നെ അവൻ പെറുക്കി എടുക്കുകയാണേ. കുറേയൊക്കെ അവൻ മുങ്ങിയെടുത്തു. പിന്നെ അവന് കാലുകൊണ്ട് തന്നെ ഇങ്ങനെ തപ്പിയെടുക്കാൻ കഴിയുന്ന പോലെ തന്നെയാണ് കേട്ടോ, അങ്ങനെയും എടുക്കുന്നുണ്ട്. പിന്നെ പുഴേൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. പൊട്ടാപ്പൊരു വെയിൽ എന്ന് പറയില്ലേ, അതേപോലെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽ അറിയുന്നില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇങ്ങനെ പുഴേൻ്റെ നടുക്ക് പോയിട്ട് കടുക്ക് എടുക്കുക എന്നുള്ള ഈ സംഭവമൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും. ഞങ്ങളിപ്പോൾ കുറച്ച് കടിക്കേ വരുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നലെ രാത്രി അവർ ഒരു തോണി നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിറ്റിട്ട് ഉണ്ണിയേട്ടൻ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് വാരി എടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളതാണ്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കും അല്ലേ, പിന്നെ ഞങ്ങളാണെങ്കിൽ നല്ല വെയിൽ കൊള്ളുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാരിയിട്ടേ ഉള്ളൂ കേട്ടോ. ചാക്ക നമ്മൾ കയറി കല്ലൊക്കെ മൂടിപ്പോയി. ആ മേലത്തെ കല്ലില്ലേ, അങ്ങനെ ഞങ്ങളെ കരയിൽ ഇറക്കിയിട്ട് അവൻ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ചെയ്യാറ്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു, അവിടേക്കൊക്കെ വെള്ളം കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ വെള്ളം അത്ര കയറാത്തതുകൊണ്ട് തന്നെ പുറത്ത് ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉണ്ണിയേട്ടൻ നമ്മൾ തോണിയിലൊക്കെ നേരത്തെ വാരി വെച്ചിട്ടില്ലായിരുന്നോ, അത് ഒരു കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ പുഴയിൽ നിന്ന് മതിലിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ. ഈ തോണിയിലുള്ളത് മൊത്തം ഇപ്പോൾ നന്നാക്കി എടുക്കുന്നില്ല, കുറച്ച് നന്നാക്കുന്നേ ഉള്ളൂ. കാരണം വെള്ളം ഇപ്പം ഇങ്ങോട്ട് കയറിയിട്ടില്ലല്ലോ. വെള്ളം ഇങ്ങനെ കയറി വരാനായിട്ട് ഇനിയും 1-2 മണിക്കൂർ പിടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനും അത്രയും ടൈമില്ല. ഞങ്ങൾ പീലിക്കുട്ടീനെ കൊണ്ടുവരാതെയല്ലേ വന്നത്. അപ്പോൾ അവളവിടെ വീട്ടിലുമാണ്. ഒരു കണക്കിന് പീലിക്കുട്ടി ഇല്ല ഞാൻ നന്നായിട്ടോ. നമ്മൾ തോണിയിൽ ഒക്കെ പോയിട്ടല്ലേ, പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവളില്ലാഞ്ഞോ നന്നായെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഈ കടുക്കൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് പുഴയത്തെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം കയറാത്തതുകൊണ്ട് തന്നെ അവർ കുറച്ച് വെള്ളം അവിടെ കരയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലാണ് നന്നാക്കി എടുക്കുന്നത്.
ആ അതൊക്കെ കാണിച്ചു താണ്ടി ആണ് കേടായി തുടങ്ങുകയാണ്. ഇത് ഇറക്കിലേക്ക് കുറച്ച് നല്ല ഉണ്ട്, പക്ഷെ ഇത് ഇവിടെ കേടാകാൻ തുടങ്ങിയപ്പോ വേഗം ഒഴിവാക്കി. ഇവിടെ ആയ കുറവാണ് അവിടെ ആയ കൊണ്ട് ആണ് അറിയാം, ഞാൻ എന്താ സംഭവിച്ചറിയില്ല. കുറച്ച് കേടാ സാധാരണ ഞങ്ങൾ എല്ലാ കൊല്ലം ആ മാസം ഇട്ടല്ലേ. ആ ചളിയിൽ അമർന്നു പോയിട്ടേ അതിൽ വെള്ളം, ഇതിലും വെള്ളം കുറയും. നമ്മൾ കടുക്കേൻ്റെ വില കേൾക്കുമ്പോൾ ചോദിക്കും ഇത്രയും വില ഉണ്ടോയെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അതിൻ്റെ പിന്നിൽ അത്രയും അധ്വാനം അവർക്കുണ്ട്. ഇതിന്റെ പനി കുറേ കൊണ്ടുപോയി. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമുക്കിതാ ഒരു കൊട്ട കടുക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒക്കെ നല്ല വൃത്തിയാക്കി എടുത്തതാണ് ഇത്രയും. ഇനിയും അവിടെ നന്നാക്കാനുണ്ട് കേട്ടോ. നമ്മൾ തോണിയിൽ തന്നെ ഉണ്ട് ബാക്കി പിടിച്ചതൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് കടുക്ക വീട്ടിലേക്ക് വാങ്ങിച്ചേ. ഈ കടുക്ക ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെക്കണതൊക്കെ കാണുമ്പോഴേ ഇതിൻ്റെ പിന്നിൽ എത്രയോ റിസ്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയില്ല, നല്ല തിളക്കത്തിലൊക്കെ ആയി വരൂ, ഇത് ഇങ്ങനെ തന്നെ പെറുക്കിയെടുക്കുന്ന സംഭവമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള പണി തന്നെയാണ് കേട്ടോ. കുറേ നേരം നമ്മൾ അതിൻ്റെ പിന്നിൽ മെനക്കെട്ട് ഇരിക്കണം. ഇനി ഞണ്ടിനെ പിടിക്കാൻ പോകുമ്പോൾ വിളിക്കാമെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ.